അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ നമ്മുടെ പള്ളിയിൽ പ്രസംഗം തുടങ്ങി. ഇന്നലെ മോനും മസ്റുമോളും ഒക്കെ പോയി. മോനും മക്കളും എല്ലാവരും പോയി. മിച്ചുമോൻ പോയില്ല. കാരണം മിച്ചുമോ അവിടെ ചെന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ പിന്നെ ഇരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ കൊണ്ടുപോയില്ല. എന്ന് ഇൻഷാ അല്ലാ നോക്കട്ടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാണ് വന്നത്. എനിക്ക് ഈ ശനിയാഴ്ച ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൽ ഡേറ്റ് ഒന്ന് മാറിപ്പോയി. ശനിയാഴ്ച മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിന് കൊല്ലം ആശ്രമ മൈതാനത്ത് 3 മണിക്കൊരു ഫംഗ്ഷനുണ്ട്. വീൽ ചെയർ ജീവിതവും അതുപോലെയുള്ള കാര്യങ്ങളും അനുഭവിക്കുന്ന, ഇഴഞ്ഞു നടക്കുന്ന, അങ്ങനെയൊക്കെയുള്ള അള്ളാഹു നമ്മുടെ പല രീതിയിലാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു കൈത്താങ്ങുമായിട്ട് മസ്റൂറ ഫാത്തിമ നജില എന്ന് പറയുന്ന ഞാൻ മസ്റൂറ ഫാത്തിമ മകളാണ് പേരിട്ടതിലും അൽഹംദുലില്ലാ എനിക്ക് അഭിമാനമാണ്. അപ്പോൾ ഞാൻ അവർക്കൊപ്പം കുറച്ച് നേരം സന്തോഷമായിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴെനിക്കൊരു അംഗീകാരമുണ്ട്. കാരണം ഇതുപോലെയുള്ള ചാരിറ്റി ചെയ്യുന്നവർക്ക് സ്വന്തം റിസ്കിൽ ചെയ്ത് ഇതേപോലെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇവരെയും ഇതേപോലെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. കാരണം എന്ന് വെച്ചാൽ വീൽ ചെയറിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അതേപോലെ അവർക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെപ്പോലെ എല്ലാം എത്തൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാ അവർക്ക് ഈ ഡൈപ്പറിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഇവർക്കൊരു ചാരിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റജില എന്ന് പറയുന്ന ഇത്താൻ്റെ കെയർ ഓഫിലാണ് അന്ന് ഞാൻ ഉമ്മാക്കും ഉപ്പാക്കും ഭക്ഷണത്തിന് ഇത് പോയില്ലേ, അവരെ കെയർ ഓഫിൽ തന്നെയാണ്. ആരെയും പൈസയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അങ്ങനെയല്ല, നിങ്ങളിനി പറയും പിരിവിന, അങ്ങനെയല്ല. മസ്റൂറ ഫാത്തിമ ചാനലിന് അന്ന് നമുക്കൊരു ആദ്യത്തെ നമുക്ക് ഈ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് പോരാടുമ്പോൾ അത് ഒരു വേറെ രീതിയിലാണ്. ആദ്യത്തെ ഒരു മൊമെൻറ്റോ കിട്ടാൻ നിങ്ങളാണ് കാരണം ജനങ്ങളെ മുമ്പ് നിങ്ങളാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എത്തിച്ച. അൽഹംദുലില്ലാ, ഇനിയുള്ള കാലമെങ്കിലും ഈ മക്കൾക്കൊപ്പം എല്ലാ ദുഃഖങ്ങളും എല്ലാം മറന്ന് നാളത്തെ ജീവിതവും ഇനിയൊരു വിവാഹ ജീവിതവും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം എനിക്ക് പേടിയാണ് എല്ലാവരെയും. വയ്യ അടിയിടിയും കൊള്ളാനും ഒന്നിനും. ഇനിയുള്ള കാലം മറ്റുള്ളവർക്കൊരു നന്മയെങ്കിലും ചെയ്യുക, കുറച്ച് കടബാധ്യതകൾ ആ കൂട്ടത്തിൽ നമുക്ക് തീർക്കുക. ഇതൊക്കെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ 11 മണിക്ക് ഞാൻ മിച്ചുമോനെ ഇന്നലെ ചെറിയ രീതിയിൽ ഒരടി കൊടുത്തേട്ടാ. അതുകൊണ്ട് മിച്ചുമോൻ ഇന്നലെ പിണങ്ങിയിട്ടൊക്കെയാണ് എൻ്റെ അടുത്ത് കിടന്നത് കേട്ടാ. എനിക്കൊരു പൊന്നാ, എൻ്റെ ചുന്നരി വന്നു നോക്കളെ, അപ്പുറത്തിടന്നുള്ള ഒങ്ങണ്. ഇനി അരി ഉമ്മച്ചി ഉമ്മച്ചിയുടെ പൊന്നാണ് മക്കളെ, ചുന്നരി പൊന്നാണ്. ഇന്നെനിക്ക് പണിയുണ്ട്, ജോലിക്ക് പോകണം, മക്കളെ സ്കൂളിൽ വിടണം. ഇന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനെന്നത്, എന്നെ ഒരുപാട് ഉമ്മമാരും ഇത്തമാരും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. ഞാൻ ഈ ഫോണിൽ കൂടെ എനിക്ക് ഒരു വിവരം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ബന്ധം തീർന്നവരുണ്ട്, ബന്ധം തീരാതെ പിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്. എല്ലാം നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്കാണ്, ഈ ഒരു ഫാമിലിക്കാണ് ഈ ഒരു പ്രശ്നം. കാരണം എന്തെന്നറിയുമോ, സ്വത്തും സമ്പാദ്യവും നിറവും അതൊക്കെ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചാണ്. അതുകൊണ്ട് നിറത്തിൻ്റെ പേരിൽ നിറം കുറവാണ്, അതിൻ്റെയൊക്കെ പേരിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഇനി നിറം ആരും നോക്കണ്ട, സൗന്ദര്യം ആരും നോക്കണ്ട. നമ്മൾ മക്കൾക്കൊപ്പം അള്ളാഹു 3 മക്കളാണ്, ആയുസ്സും ആരോഗ്യമുള്ള 3 മക്കളാണ് എനിക്ക് ഇതുവരെയും തന്നു. അതിൽ ഞാൻ റബ്ബിന് ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. മക്കൾക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അന്നത്തെ പക്വത, അന്ന് നമുക്ക് പക്വതയില്ല. എല്ലാവരും പറയണതാണ് കണക്ക്. കഴുത്തിൽ കിടക്കണത് എല്ലാവർക്കും ഊരിക്കൊടുക്കും, കാതിൽ കിടക്കണത് ഊരിക്കൊടുക്കും. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് എനിക്ക് സ്വന്തം ഒരു സ്റ്റാൻഡുണ്ട്. അതിൽ ഞാൻ എൻ്റെ മക്കളെ
ഉറച്ച് സ്നേഹിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്ന് മക്കളെ കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കയ്യിലൊരു 1000 രൂപയും കൊണ്ടിട്ട് പോയാലും ഇന്നത്തെ സാധനങ്ങളെ വിലയെന്ന് പറഞ്ഞാൽ അതികഠിനം. ഇൻഷാ അല്ലാ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ മാസം ഒരു ദിവസത്തെ യാത്ര അങ്ങനെയൊക്കെ നമുക്ക് ചടയങ്കലം ജഡായുവിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ മക്കളെയൊക്കെ കൊണ്ടുപോകണം. വലുതാമ എന്നെ കൊണ്ടുപോകും മിച്ചുമോന്. ഇൻഷാ അല്ലാ. മിച്ചുമോന് ഭയങ്കര സങ്കടമാണ് മക്കളെ. കാരണം എന്ന് വെച്ചാൽ ഇച്ചോനില്ലേ, ഈച്ചോൻ അമ്മച്ചിയുടെ മോനാണ്. ഭയങ്കര സങ്കടമാണ് മക്കളെ. പിന്നെന്താണ്, നമുക്ക് അടുക്കള പണിക്ക് ഷീറ്റിന് അളവെടുത്തിട്ട് പോയി. അപ്പോൾ നമ്മുടെ ഗ്രില്ലില്ലേ, കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ഗ്രില്ലിനൂടെ ഒരു റിങ് ഇടണം. ഇങ്ങനെ മറ്റേ കമ്പിയില്ലേ അതടിക്കണം. പിന്നെ നമ്മൾ മേലോട്ട് സ്റ്റെയർ കയറി പോണില്ലേ അതിന്. അപ്പോൾ നമ്മളെ മാത്രം നോക്കി ജീവിക്കാൻ നിൽക്കരുത്. കാരണം നമ്മളെ താഴേക്കുള്ളവരെയും കൂടെ ഒന്ന് നോക്കണം. വീൽ ചെയർ നമുക്ക് 2 കൈ തന്ന്, 2 കാല് തന്ന്, കണ്ണ് തന്ന്, ചെവി തന്ന്. ചിലപ്പോൾ അത് സൗന്ദര്യത്തിൽ കുറയും കൂടും, അൽഹംദുലില്ലാ. പക്ഷെ ഇരുന്ന് നിരങ്ങുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോണ്ടല്ലേ നമ്മളെ കൽബൊന്ന് പൊടിയും. എന്നാലും ഒരു ഫാമിലിയെ നോക്കണമല്ലോ എന്തെല്ലാം ജോലികൾ ചെയ്തിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയുള്ള കാലം ഒരു 10 രൂപ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് 2 രൂപ ഞാൻ ഹദിയ ചെയ്യുന്ന ഒരാളാണ്. അത് ചിലപ്പം രഹസ്യമായിട്ടാണ്. കാരണം മറ്റത് പരസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാരണം എൻ്റെ കയ്യിൽ സമ്പാദ്യം ഇല്ല. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോസ് ഒന്ന് ഓണാക്കിയെങ്കിലും ഇടണം. എന്നാലും എനിക്കിതുപോലെയുള്ള ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന അപ്പോൾ 5 കുട്ടികൾക്കുള്ള ബാഗും പഠന കിറ്റും ഒക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹു എനിക്ക് ആരോഗ്യവും ആയുസ്സും തരികയാണെങ്കിൽ ഇൻഷാ അല്ലാ 5 മക്കൾക്ക് ഒരു കുട്ടിക്ക് 1000 രൂപ ബാഗ്, പെൻസിൽ, അവർക്കൊരു വർഷത്തേക്കുള്ള നോട്ട്ബുക്ക് കാര്യങ്ങളൊക്കെ. അപ്പം ഇനിയുള്ള കാലം നമ്മളെ മക്കൾ പഠിക്കുന്നതിനോടൊപ്പം മറ്റു മക്കളും സന്തോഷമായിട്ട് എല്ലാം കൊണ്ട് സ്കൂളിൽ പോട്ടെ. കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ പെൻസിൽ കിട്ടുമ്പോൾ ഭംഗിയുള്ള പെൻസിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെ പെൻസിലോട്ട് നോക്കും നമ്മൾ. അന്നൊന്നും നമുക്കറിയില്ല, നമ്മളെ മക്കൾക്കൊന്നും അറിയില്ല. അസൂയ, കുശുമ്പ്, കുന്നായ്മ ഒന്നുമില്ല. അപ്പോൾ ആ മക്കളും സന്തോഷമായിട്ട് വളരട്ടെ. ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ ഉള്ള ഇവരെ മക്കൾക്കും ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഞായറാഴ്ച 3 മണിക്ക് ആശ്രമ മൈതാനത്ത് വെച്ചിട്ട് ഇത്താൻ്റെ മോളെ ജന്മദിനമാണ്, 18 വയസ്സുമാണ്. അപ്പോൾ ഇത്തായും വീൽ ചെയറിലെ ആളാണ്. തൻ്റെ മോള് അൽഹംദുലില്ലാ ബർക്കത്ത് ജന്മം കൊണ്ട് വീൽ ചെയർ ആയതല്ല, തൻ്റെ പുറത്ത് മതിലിടിഞ്ഞ് വീണതാണ്. അപ്പോൾ ഇലിക്ക് അരയ്ക്ക് താഴ്ഭാഗം ചലനം ഇല്ല. പക്ഷെ തൊട്ട് നോക്കിയാലൊക്കെ ഇത്താക്കറിയാം. ഭയങ്കര ജീവകാരുണ്യ പ്രവർത്തകയാണ്. ഇത്താണ് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നമ്മുടെ സ്ത്രീ എൻ്റെ കൂടെ എന്നെ എല്ലാത്തിലും ഒരു ഇത്താത്തായിട്ട് കൂടെ നിർത്തി സഹകരിപ്പിച്ച്. അന്ന് നമ്മൾ ഇത് ചെയ്തില്ലേ ഉമ്മാക്കും ഉപ്പാക്കും, അതിൽ കിട്ടിയ എമൗണ്ട് എത്രയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? തൻ്റെ ഗൂഗിൾ പേയിൽ വന്ന് 930 രൂപ. നമ്മൾ തെളിവ് സഹിതം ഇതിനകത്ത് ഇടാമെന്ന് പറഞ്ഞു. ആ ഉമ്മ അത്രയും പറഞ്ഞ് നിങ്ങൾ ഇതായിട്ട് ഉമ്മാക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്. കുറേ കമൻറ്റുകൾ. ആരെയും ഒന്ന് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആരെയും നിങ്ങൾ ഉപദ്രവിക്കരുത്. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൈ നീട്ടുന്നത്. അല്ലെങ്കിൽ കൈ നീട്ടിയത് അവർ ഭക്ഷണത്തിന് വേണ്ടി. ഇൻഷാ അല്ലാ അവർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് നമ്മുടെ ആ കൂട്ടായ്മ പല കാര്യങ്ങളും. ഇൻഷാ അല്ലാ ഇതിന് പങ്കാളികളാവുന്നത് ഒരുപാട് സ്പോൺസർമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ ഒരു വിഹിതം ഈ വീൽ ചെയറും ഇരുന്ന് നിരങ്ങുന്നവർക്കും അവർക്കൊരു അക്കൗണ്ടുണ്ട്, അവർക്കൊരു GPay ഉണ്ട്, അവർക്കെല്ലാം ഉണ്ട്. നമ്മളുമായിട്ട് യാതൊരു ടച്ചുകളുമില്ല, നമുക്കൊന്നുമില്ല. നമുക്ക് ഈ വീഡിയോ പിടിക്കുന്ന യൂട്യൂബ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. 10 കേക്ക് ആൾക്കാരെ കണ്ടാൽ നമുക്ക് കിട്ടുന്നത് തുച്ഛമായ $. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. അൽഹംദുലില്ലാ ആദ്യത്തെ അംഗീകാരമാണ് മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിലൂടെ. ഞാനും എൻ്റെ മക്കളും എല്ലാത്തിനും നമ്മളെ മക്കളെ കൂടെ നിർത്തണം ഇൻഷാ അല്ലാ. സുഖത്തിലും ദുഃഖത്തിലും. ഇന്നലെ 2 അടിയെടുത്തു മക്കളെ. പെങ്ങിപ്പോയി ചുട്ടുമോനെ നമ്മച്ചീര. ഞാനല്ലേ ഉള്ളൂ എൻ്റെ മക്കൾക്ക്, വേറെ ആരും ഇല്ലല്ലോ. എൻ്റെ അമ്മച്ചി കെട്ടിപ്പിച്ചൊക്കെ മുത്തി മക്കളെ. ഇതൊക്കെയുള്ള വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ നമുക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. മക്കളെ മമ്മീൻ്റെ കാലിൽ നിലയിൽ ഇനി ഇത്തത്തായ സ്കൂളിൽ വിടണം.
പിന്നെ മുത്തുമോനെ സ്കൂളിൽ വിടണം. മുത്തുമോൻ ഇന്ന് സ്കൂളിൽ പോകാനായിട്ട് മടിയായിരിക്കും, കാരണം ഇത്രയും ദിവസം പോയില്ലല്ലോ. അപ്പോഴും ശരി മക്കളെ, അസ്സലാമു അലൈക്കും.